ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സീതാരാമ ലക്ഷ്മണന്മാർ എല്ലാവർക്കും ധർമ്മങ്ങളെല്ലാം ചെയ്ത ശേഷം വനത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ലക്ഷ്മണൻ തൻ്റെ അമ്മയെ കൗസല്യയെ ഏൽപ്പിച്ചു. ഈ സമയത്താണ് സുമിത്ര ലക്ഷ്മണനെ ഉപദേശിക്കുന്നത്. രാമനെ സാക്ഷാൽ ദശരഥനായി കാണണം, സീതയെ ഞാനായിട്ട്, അതായത് അമ്മയായിട്ട് കാണണം, കാടിനെ അയോധ്യയായി കാണണം. അങ്ങനെ ശുഭമായി പോയി വരൂ എന്ന് സുമിത്ര അവരെ അനുഗ്രഹിച്ചു. ഇങ്ങനെ എല്ലാവരും ദശരഥ മഹാരാജാവിൻ്റെ അടുത്തേക്ക് നഗ്നപാതരായി നടക്കുകയാണ്. അങ്ങനെ നഗ്നപാതരായി നടക്കുന്ന സീതാരാമ ലക്ഷ്മണന്മാരെ കണ്ടിട്ട് അയോധ്യവാസികളൊക്കെ കരഞ്ഞും പദം പറഞ്ഞും കൊണ്ട് കൈകേയിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ സമയത്താണ് അവരുടെ കൂട്ടത്തിൽ നിന്ന് വാമദേവൻ എന്ന ഋഷി അവരെ ഉപദേശിക്കുന്നത്. ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ് എന്നെല്ലാം പറഞ്ഞ് ശ്രീരാമതത്വം ഉപദേശിക്കുന്നു. ശ്രീരാമൻ ഭൂമിയിൽ ജനിച്ചത് തന്നെ രാവണ നിഗ്രഹത്തിനായിട്ടാണ്, ഒപ്പം മറ്റുള്ള രാക്ഷസന്മാരെയും വധിക്കാനാണ്. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ വനയാത്ര ഭഗവാന്റെ സങ്കല്പമാണ്, ആരും ദുഃഖിക്കരുത് എന്ന് പറഞ്ഞു. രാമചന്ദ്രൻ അനുജനോടും സീതയോടും ഒന്നിച്ച് അച്ഛൻ്റെ അടുത്തെത്തി. കൈകേയിയെ അഭിവാദനം ചെയ്ത് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, അമ്മേ, ഞങ്ങൾ 3 പേരും കാട്ടിലേക്ക് പോകാൻ തയ്യാറായി വന്നിരിക്കുന്നു. അച്ഛനെ വിവരമറിയിക്കൂ. ഇത് കേട്ട് സന്തോഷിച്ച കൈകേയി വേഗം എഴുന്നേറ്റ് 3 മരവുരികൾ കൊണ്ടുവന്ന് ഓരോന്ന് രാമനും ലക്ഷ്മണനും സീതയ്ക്കും കൊടുത്തു. രാമനും ലക്ഷ്മണനും രാജകീയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് മരവുരി ധരിച്ചു. സീതയ്ക്ക് മരവുരി ധരിക്കാൻ അറിയില്ല. അതിനാൽ അത് കയ്യിൽ വെച്ച് രാമൻ്റെ മുഖത്തേക്ക് ലജ്ജയോടുകൂടി നോക്കി. രാമൻ മരവുരി വാങ്ങി സീതയുടെ പട്ടുവസ്ത്രത്തിൻ്റെ മേലെ ഉടുപ്പിച്ചു. അതുകണ്ട് അന്തപുര സ്ത്രീകൾ പൊട്ടിക്കരഞ്ഞു. വസിഷ്ഠൻ കൈകേയിയെ കഠിനമായി അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, മൂദേവി, നീ രാമൻ വനത്തിലേക്ക് പോകണമെന്ന് മാത്രമാണ് വരം വാങ്ങിയത്. സീതയ്ക്ക് മരവുരി കൊടുക്കാൻ നിനക്ക് എങ്ങനെയാണ് മനസ്സ് വന്നത്? പതിവ്രതയായ സീത കാട്ടിലേക്ക് രാമനെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ സർവാലങ്കാരഭൂഷിതയായി രാമൻ്റെ വനവാസ ദുഃഖം അകറ്റുന്നവളായി തന്നെ വനത്തിൽ കൂടെ താമസിക്കട്ടെ. അങ്ങനെ ദശരഥ മഹാരാജാവ് തേര് കൊണ്ടുവരാൻ സുമന്ത്രരോട് പറഞ്ഞു. 3 പേരും തേരിൽ കയറി വനത്തിലേക്ക് പോകാനൊരുങ്ങി. അയോധ്യാവാസികളെയും ദശരഥ മഹാരാജാവിനെയും എല്ലാ പൗരവാസികളെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ആ വനയാത്ര ആരംഭിച്ചു. വനത്തിലേക്ക് യാത്ര തിരിച്ച രാമലക്ഷ്മണന്മാരോടും സീതയോടും സുമന്ത്രരോടും കൂടി പുറകെ തന്നെ അയോധ്യാവാസികളും നിലവിളിച്ചുകൊണ്ട് അവരെ പിന്തുടർന്നു. അങ്ങനെ രാമലക്ഷ്മണന്മാർ തമസാ നദിയുടെ തീരത്തെത്തി. അന്ന് രാത്രി അവിടെ താമസിക്കാൻ നിശ്ചയിച്ചു. വെറും വെള്ളം മാത്രം കുടിച്ച് സീതാസമേതനായി ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ശ്രീരാമചന്ദ്രൻ കിടന്നുറങ്ങി. ലക്ഷ്മണൻ സുമന്ത്രരോടുകൂടി വില്ലും ശരവും ധരിച്ച് ഉറങ്ങുന്ന അവർക്ക് കാവൽ നിന്നു. അതേസമയം അർദ്ധരാത്രിയായപ്പോൾ ശ്രീരാമചന്ദ്രൻ എഴുന്നേറ്റ് സുമന്ത്രരോട് പറഞ്ഞു, നമുക്ക് ഇപ്പോൾ തന്നെ പോകാം. കാരണം രാവിലെയായാൽ അയോധ്യാവാസികൾ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കും. അത് ശരിയാവുകയില്ല. അവരെ വിഷമിപ്പിക്കാനും എനിക്ക് മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ പുറപ്പെടാം. വേഗം തേരൊരുക്കൂ. അങ്ങനെ സുമന്ത്രർ തേര് കൊണ്ടുവന്നു. 3 പേരും തേരിൽ കയറി അയോധ്യയിലേക്കുള്ള കുറച്ചു വഴി സഞ്ചരിച്ച ശേഷം തേർ തിരിച്ച് തെക്ക് ഭാഗത്തേക്ക് വളരെ വേഗം പോയി. അതായത് അയോധ്യയിലേക്ക് തിരിച്ചത് ഇവരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. തേർ പോയ വഴി നോക്കി അവർ കൂടെ വരുമെന്ന് ശ്രീരാമചന്ദ്രനെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കുറച്ചു വഴി അയോധ്യയിലേക്ക് പോയി വേഗം തന്നെ തെക്ക് ഭാഗത്തേക്ക് തിരിച്ച് പെട്ടെന്ന് അവർ പോയത്. അയോധ്യവാസികൾ രാവിലെ ഉണർന്നപ്പോൾ രാമനെ കാണാതെ അത്യധികം ദുഃഖിച്ചു. തേർചക്രം ഉരുണ്ടുപോയ വഴിയെ അനുഗമിച്ച് അവർ നേരെ തന്നെ പോയി. ആ തേർചക്രം അവിടെ നിന്ന് തെക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞത് അവർ ആരും ശ്രദ്ധിച്ചില്ല. അങ്ങനെ അവരെല്ലാം അയോധ്യയിൽ എത്തിച്ചേർന്നു. പക്ഷേ അപ്പോഴാണ് മനസ്സിലായത്, തങ്ങളെ കൂടാതെ രാമലക്ഷ്മണന്മാർ വനത്തിലേക്ക് പോയി എന്ന്. എന്തായാലും രാമനെയും സീതയെയും ലക്ഷ്മണനെയും ഹൃദയത്തിൽ സ്ഥാപിച്ചുകൊണ്ട് അവർ തങ്ങളുടെ പിന്നീടുള്ള ജീവിതം ജീവിച്ചു തീർക്കുകയാണ്. സുമന്ത്രർ അതിവേഗം തേർത്തെളിച്ച്
സന്ധ്യാനേരമായപ്പോഴേക്കും ഗംഗാ തീരത്തുള്ള ശൃംഗിവേർപുരത്ത് എത്തിച്ചേർന്നു. 3 പേരും ഗംഗയെ നമസ്കരിച്ചു. അതിൽ സ്നാനം ചെയ്തു. രാമനും സീതയും ഒരു ഇരുൾ വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നു. അന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടാൻ നിശ്ചയിച്ചു. ശൃംഗിവേർപുരത്തെ കാട്ടാളന്മാരുടെ രാജാവാണ് ഗുഹൻ. തൻ്റെ പ്രാണസ്നേഹിതനും സ്വാമിയുമായ രാമൻ വന്നതറിഞ്ഞ ഗുഹൻ സന്തോഷത്തോടെ കാഴ്ചാദ്രവ്യങ്ങളുമായി കാണാൻ വന്നു. ഗുഹൻ ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. രാമൻ ഗുഹനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു. ഗുഹനോട് ക്ഷേമാന്വേഷണം നടത്തി. കൂപ്പുകൈയോടെ ഗുഹൻ പറഞ്ഞു, രഘുത്തമ, ഇന്ന് അങ്ങയുടെ ദേഹസ്പർശം കൊണ്ട് എൻ്റെ കാട്ടാള ജന്മം സഫലമായി. അങ്ങ് ഈ ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്നവനാണല്ലോ. അവിടുത്തെ ദാസനായ എൻ്റേതാണ് ഈ കാട്ടാള രാജ്യം. ഇത് ഇനി മുതൽ അങ്ങയുടേതാണ്. അങ്ങേക്ക് ഇവിടെ താമസിക്കാം. ഈ രാജ്യത്തെയും ഞങ്ങളെയും പരിപാലിക്കാൻ കാരുണ്യമുണ്ടാകണം. ഞങ്ങളുടെ ഗൃഹത്തിലേക്ക് പോകാം. എൻ്റെ അപേക്ഷ സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണം. ഇത് കേട്ട് സന്തുഷ്ടനായ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, സ്നേഹിത, ഞാൻ പറയുന്നത് കേൾക്കൂ. 14 കൊല്ലം എനിക്ക് വനവാസമാണ്. അത്രയും കാലം ഞാൻ ഒരു നഗരത്തിലും പ്രവേശിക്കില്ല. അങ്ങ് എൻ്റെ സ്വന്തമായതുകൊണ്ട് അങ്ങയുടെ രാജ്യം എനിക്ക് എൻ്റേതുപോലെ തന്നെയാണ്. അങ്ങ് എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ട സുഹൃത്താണ്. ഇപ്പോൾ അങ്ങ് കുറച്ച് പേരാലിൻ്റെ പശക്കറ കൊണ്ടുവരും. ഞങ്ങൾക്ക് ജട പിരിക്കാനാണ്. അങ്ങനെ ഗുഹൻ പേരാലിൻ്റെ പശ കൊണ്ടുവന്നു. അതുപയോഗിച്ച് രാമനും ലക്ഷ്മണനും തലമുടി പിരിച്ച് ജടയാക്കി മേലോട്ട് കെട്ടിവെച്ചു. അന്ന് രാത്രിയും അവർ വെള്ളം മാത്രം കുടിച്ച് ഇരുൾ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ രാമനും സീതയും കിടന്നുറങ്ങി. ദർഭപ്പുല്ലുകൊണ്ടും വൃക്ഷങ്ങളുടെ ഇല കൊണ്ടും ലക്ഷ്മണൻ ഒരു കിടക്കയുണ്ടാക്കി. അതിലാണ് രാമനും സീതയും ഉറങ്ങിയത്. എന്നാൽ അരമനയിലെ സ്വർണ്ണക്കട്ടിലിൽ എന്ന പോലെ സുഖമായി അവർ ഉറങ്ങി. ലക്ഷ്മണൻ ഗുഹനോടും സുമന്ത്രരോടും ഒന്നിച്ച് രാമനും സീതയ്ക്കും കാവൽ നിന്നു. ഈ സമയത്ത് തൻ്റെ സ്വാമിക്ക് വന്ന ദുർവിധിയെ ഓർത്ത് ഗുഹൻ അതിൻ്റെ കാരണക്കാരായ മന്ദരയെയും കൈകേയിയെയും ശപിച്ചുകൊണ്ടുള്ള വർത്തമാനങ്ങൾ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, അജിത്, അങ്ങനെയൊന്നും പറയരുത്. അവനവൻ്റെ ദുഃഖത്തിനും സുഖത്തിനും കാരണം അവനവൻ്റെ തന്നെ കർമ്മഫലമാണ്. ഇവിടെ ഭഗവാന്റെ കർമ്മഫലത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇത് ഈ രാമായണത്തിലെ ഇങ്ങനെ എഴുത്തച്ഛൻ കുറേ ഉപദേശങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഇത് ഭഗവാന് വേണ്ടിയുള്ളതല്ല. ഇത് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ഈ ഉപദേശം എഴുത്തച്ഛൻ തരുന്നത്. ഇങ്ങനെ ലക്ഷ്മണൻ്റെ സതുപദേശം കേട്ട് ഗുഹൻ മനസ്സിൽ സ്വയം ആശ്വാസം കണ്ടെത്തി. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ രാമനും ലക്ഷ്മണനും കുളിച്ച് സന്ധ്യാവന്ദനം, അതായത് പ്രഭാത സന്ധ്യാവന്ദനം കഴിച്ചു. തോണി കൊണ്ടുവരുവാൻ ഗുഹനോട് പറഞ്ഞു. ഗുഹൻ വേഗം നല്ലൊരു തോണി കൊണ്ടുവന്നു. തോണിയിൽ കയറുന്നതിന് മുൻപേ ശ്രീരാമചന്ദ്രൻ സുമന്ത്രരെ തിരിച്ച് അയോധ്യയിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഞങ്ങൾ സുഖമായി ഇരിക്കുന്നു എന്ന് അച്ഛനോടും അമ്മമാരോടും പറയണം എന്ന് പറഞ്ഞ് സുമന്ത്രരെ തിരിച്ചയച്ചു. അങ്ങനെ ഗംഗാനദിയുടെ അക്കരയ്ക്ക് തോണി എത്തിച്ച് ശ്രീരാമചന്ദ്രനോട് തന്നെയും വനവാസത്തിനായിട്ട് കൂടെ വരാൻ അനുവദിക്കണമെന്ന് ഗുഹൻ പറഞ്ഞു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, അതിൻ്റെ ആവശ്യമില്ല. അങ്ങ് അങ്ങയുടെ രാജ്യത്തിലേക്ക് പോയി സുഖമായി വസിക്കൂ. 14 വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ചു വന്ന് അങ്ങയെ കാണുന്നതാണ്. അങ്ങനെ ഗുഹൻ വളരെ വിഷമിച്ചാണെങ്കിലും ശ്രീരാമചന്ദ്രനെ വിട്ടുപിരിഞ്ഞ് തിരിച്ച് തൻ്റെ രാജ്യത്തേക്ക് പോയി. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.